ഹായ് ഓൾ, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്നും പ്രത്യേകതയാണ് എങ്കിലും ഇന്നൊരു ന്യൂ സെക്ഷനായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതായത് ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ചാപ്റ്റേഴ്സിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ അതുമാത്രമല്ല, ഈ ക്വസ്റ്റ്യൻസിന്റെ മിക്ക ആൻസേഴ്സും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ യൂണിറ്റിൻ്റെയും നമ്മുടെ ലിങ്ക് കൂടെ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് കാണുക. മനസ്സിലായില്ലേ? ഈ അവസാന മിനിറ്റിൽ നമ്മൾ ഓരോ കുട്ടികളും നമ്മളോട് ചോദിക്കുന്നതാണ്, മിസ്സേ അല്ലെങ്കിൽ സർ, പ്രധാനമായിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻസിലാണ് ഉള്ളത്, പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരുമോ, അത് പഠിക്കാനാണ്, അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ അവർക്ക് കൺഫ്യൂഷൻസും അതുപോലെ തന്നെ ഒരു ആവലാതികളൊക്കെ നമ്മൾ എല്ലാ വർഷവും കണ്ടുവരുന്നത് പോലെ ഈ വർഷവും കണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്, അത് മാത്രമല്ല ഓൺ വേർഡ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത് പോകും. അവസാന മിനിറ്റിൽ പഠിക്കാനായിട്ട് കുറേ പേര് ഇങ്ങനെ പുസ്തകമൊക്കെ മടക്കിയിരിക്കുന്നവരുണ്ട്. അതായത് അതുവരെ പഠിക്കില്ല, അവസാന മിനിറ്റ് ആകുമ്പോൾ എവിടെയാണ് തുടങ്ങാനുള്ളത്, എന്താണ് എന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ള ഒരു ആവലാതിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുക. കാരണം ഇതിൽ പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു. കൂടാതെ നമ്മൾ അടുത്ത ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അതും കയറി എന്ത് ചെയ്യുക, നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് നിങ്ങളുടെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടിപ്പോകും. അപ്പൊ അതിന്റെ ഒരു പരിമിതി കണക്കിലെടുത്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് പാഠങ്ങളും അതുപോലെ മാത്രമല്ല അതിന്റെ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തു പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഞാൻ പറയും, ടെക്സ്റ്റ് കാണുമ്പോൾ തന്നെ വളരെ വലുതാണ്. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് കാണുമ്പോഴും ധാരാളം ചാപ്റ്റേഴ്സ് കാണാൻ കഴിയും. ഒരു 30 അല്ലെ, അതിനുള്ളിൽ ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം പഠിക്കണോ എന്നൊരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ഇത് നമുക്ക് എല്ലാം പഠിക്കേണ്ടതായിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളുടെ പോയ ഇയേഴ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിന്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് തരും. അതിന് മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിചയപ്പെടണം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ എല്ലാം പഠിച്ച് ഇങ്ങനെ സെറ്റായിരിക്കുന്ന ഒന്നും രക്ഷയില്ല. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക. കഥ എഴുത്ത് നമുക്കില്ല. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ കഥ പോലെ എഴുതണമോ എന്നുള്ള ഒരു ചിന്ത എല്ലാ പിള്ളേർക്കും ഉണ്ട്. അതായത് ആർട്സ് എടുക്കുന്ന എല്ലാ കുട്ടികളുടെയും മനസ്സിലൊരു ഇതാണ്, ഹിസ്റ്ററി അല്ലേ ഒത്തിരി എഴുതാനുണ്ട് എന്നുള്ളത്. അങ്ങനെയല്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസിലും MCQ ആണ്. MCQ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓൺ വേർഡ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സെന്റൻസ് ഉണ്ട്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തുണ്ട്, ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻസർ ഉണ്ട്. അപ്പം നിങ്ങൾ കഥ പോലെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് കണ്ടന്റ് എന്ന് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തൊക്കെയാണോ ഇതിന് പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. ആദ്യം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ എടുക്കാം, അല്ലെ? ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഞാൻ ഓൾറെഡി ക്ലാസ്സുകൾ, നല്ല വൃത്തിക്കുള്ള ക്ലാസ്സുകൾ അവിടെ ഇട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. അത് കയറി കാണുക. ഇനി അത് കയറി കാണാൻ സൗകര്യമില്ല, സമയമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഇതെങ്കിലും എന്ത് ചെയ്യുക, കയറി കണ്ടതിന് ശേഷം എക്സാം എഴുതാനായിട്ട് പോകുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 5 ക്വസ്റ്റ്യൻ വീതം നമ്മൾ നോക്കിയിട്ടുണ്ട്. എന്താണ് നമ്മൾ അതിൽ നോക്കിയ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ, വേദാസ് പഠിച്ചു വയ്ക്കുക. വേദാസ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 4 ടൈപ്സ് ആണ്. ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവേദം. അതൊരു ഓൺ വേർഡ് ആയിട്ട് മനസ്സിലാക്കിയൊക്കെ. ചിലപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിൽ ഒരെണ്ണം വിട്ടിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് പഠിച്ചു വെക്കുക. മനസ്സിലായോ? ഇനി എന്താണ് ഉപനിഷത്ത്?
പിന്നെ എന്താണ് ജാതകാസ്. ഇത് 3 ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഹിന്ദു മതത്തിലെ ഒരു ആശയ സംഹിതയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ജാതകാസ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റോറി ഓഫ് ബുദ്ധ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, 1 വേർഡ് മാത്രം പഠിക്കുക. ലൈഫ് സ്റ്റോറി ഓഫ് ബുദ്ധ, അതാണ് എന്തെന്ന് പറയുന്നത്, ജാതകാസ് എന്ന് പറയുന്നത്. അറിയാലോ ജാതകാസ് എന്ന് പറയുന്നത്. ജാതകാസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബുദ്ധന്റെ ജീവചരിത്രത്തെയാണ് എന്ത് വിളിക്കുന്നത്, ജാതകാസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് പഠിച്ചു. പാലിയോഗ്രാഫി എന്താണെന്നൊന്ന് വായിച്ചു വയ്ക്കുക. ഇത് പിന്നെ എന്താണ്, ആർക്കിയോളജി. എന്താണ് ആർക്കിയോളജി എന്ന് പറയുന്നത്, പുരാവസ്തു ശാസ്ത്രം അല്ലെ. ഒന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. ആർക്കിയോളജി എന്ന് പറയുമ്പോൾ പുരാവസ്തു ശാസ്ത്രമാണ്. പുരാവസ്തു ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, പഴക്കം ചെന്ന എന്താണ് കാര്യങ്ങൾ, പഴക്കം ചെന്ന കാര്യങ്ങൾ എന്തു ആകാതെ മെറ്റീരിയൽ ഓഫ് പാസ്റ്റ്, പഴക്കം, പഴയ സാധനങ്ങളുടെ അല്ലെങ്കിൽ പഴയ വസ്തുക്കളുടെ ഒക്കെ എന്താണ് അതിനെ കുറിച്ചിട്ടുള്ള പഠിക്കാനുള്ള, അതിന്റെ പ്രായം, അതിന്റെ രൂപം, ഇതെല്ലാം പഠിക്കാനായിട്ടുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്, പുരാവസ്തു ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പല ദിക്കുകളിൽ നിന്നും പല രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അതിനെയാണ് ആർക്കിയോളജി എന്ന് വിളിക്കുന്നത്. അപ്പം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്താ നോക്കുക, കാർബൺ 14. കാർബൺ 14 എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫോസിലുകളുടെ പഴക്കം അല്ലെങ്കിൽ ഫോസിലുകളുടെ പ്രായം, ഏജ് കണ്ടുപിടിക്കാനായി ഉപയോഗിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കാർബൺ 14 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്കിലും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഒറ്റ ടേക്കിൽ നമ്മൾ ഇന്ന് പോവുകയാണ് ഒരു എക്സ്പ്രസ് പോലെ. നിങ്ങൾ കൂടെ തന്നെ എന്ത് ചെയ്യുക, എന്റെ കൂടെ ഓടിക്കോ. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അല്ലാതെ ഇതിങ്ങനെ നോക്കി ഇത് ഒന്നേന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. കാരണം ഓൾറെഡി നമ്മൾ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കി പഠിക്കുക. മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കാർബൺ 14. അതുപോലെ തന്നെ ആർക്കിയോളജി എന്താണ്, ആർക്കിയോളജിക്ക് എല്ലാവർക്കും അറിയാം. പുരാവസ്തു ശാസ്ത്രം, കഴിഞ്ഞുപോയ സാധനങ്ങളുടെയൊക്കെ പഴക്കം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പഴക്കം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കാർബൺ 14 എന്ന് പറഞ്ഞാൽ. അതൊരു സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ക്ലിയർ. ഇനി ഇൻഡിക എഴുതിയത് ആരാണ്, മെഗസ്തനീസ് ആണ് എന്ത് എഴുതിയത്, ഇൻഡിക. അത് ഒരു 1 വേർഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക, പഠിച്ചു വയ്ക്കുക അല്ലെ. ഇനി എന്താണ് പറയുന്നത്, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ നാണയങ്ങളെ കുറിച്ചുള്ള പഠനം, സ്റ്റഡി ഓഫ് കോയിൻസ് ഏതാണ്, ന്യൂമിസ്മാറ്റിക്സ്. സ്റ്റഡി ഓഫ് കോയിൻസ് ഏതാണ്, ന്യൂമിസ്മാറ്റിക്സ് ആണ്. പഠിച്ചു വയ്ക്കാം. നമ്മുടെ ഇന്ത്യ സന്ദർശിച്ച ഒരു സഞ്ചാരിയായിരുന്നു ഹുയാൻ സാങ്. പഠിച്ചിട്ടുണ്ട് നമ്മൾ. മെഗസ്തനീസിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ട്രാവലർ എന്ന് പറഞ്ഞാൽ യാത്രാ സഞ്ചാരിയായിരുന്നു നമ്മുടെ ഹുയാൻ സാങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഒരു ചെറിയ സമ്മറി ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മാത്രം പറഞ്ഞതേ ഉള്ളൂ, പഠിക്കാം. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ജോഗ്രഫിക് സെറ്റിംഗ്സ് ആൻഡ് പ്രീ ഹിസ്റ്റോറിക് കൾച്ചേഴ്സ് ഓഫ് ഇന്ത്യ. ആ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്, നമ്മുടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൺട്രീനെ 3ആയിട്ട് അല്ലെങ്കിൽ തിരിക്കുന്നുണ്ട്. കൺട്രി എന്ന് പറയുന്നത് ജോഗ്രഫി ഫീച്ചേഴ്സിന് 3ആയിട്ട് ഹിമാലയാസ് എന്നും പെനിസുലർ എന്നും റിവർ. നമുക്കറിയാം താഴ്വാരമായിട്ടും നദികളായിട്ടും ഒക്കെ കൺസിഡർ ചെയ്യുന്നില്ലേ. നമ്മുടെ ഇന്ത്യയിൽ മരങ്ങൾ മാത്രമേ ഉള്ളൂ, നദിയില്ലേ, നദികളുണ്ട്. അത് മാത്രമല്ല പുഴകളുണ്ട്, സീസ് ഉണ്ട് അല്ലെ, ഹിൽസ് ഉണ്ട്, ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. പിന്നെ എന്താണ് പഠിക്കാനായിട്ടുള്ളത് അതിനകത്ത്, പാലിയോലിത്തിക്, നിയോലിത്തിക്, മെസോലിത്തിക്. ഇമ്പോർട്ടന്റ് ആണ്. എസ്സേ ചോദിക്കുവാണെങ്കിൽ ഏതാ ചോദിക്കുള്ളൂ, അതാണ് ചോദിക്കുന്നത് അല്ലെ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിയോലിത്തിക് ആണ്. നിയോലിത്തിക്കിനെ എന്താണ്, ഒരു നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചത് ആരാണ്, ഗോൾഡൻ ചൈൽഡ് അല്ലെ. ഗോൾഡൻ ചൈൽഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. നിയോലിത്തിക് പീരീഡിനെ 1 വേർഡ് കൂടെ പറഞ്ഞു പോവുകയാണ്. നിയോലിത്തിക് പീരീഡിനെ എന്തെന്ന് വിളിച്ചത്, നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചത്. അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്തായിരിക്കാം, നിയോലിത്തിക് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. നിയോലിത്തിക് പീരീഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു, ടു ചേഞ്ച് അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ ഒരു പീരീഡ് ആയിരുന്നു നിയോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ സെറ്റിൽഡ് ലൈഫ് കൊണ്ടുവന്നു, അഗ്രികൾച്ചർ അല്ലെ, അഗ്രികൾച്ചറായി. പിന്നെ ഒരുപാട് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറുകയുണ്ടായി. ക്ലോത്തിങ് സെക്ഷനൊക്കെ, അതായത് വസ്ത്ര രീതികളെല്ലാം മാറി. അത് സ്വന്തമായിട്ട് അധ്വാനിക്കാനായിട്ട് ഏൺ ചെയ്യാനൊക്കെ തുടങ്ങി. ഇതെല്ലാം സംഭവിച്ചത് കൊണ്ട് ഒരു അലഞ്ഞു തിരിഞ്ഞിടുന്ന ഒരു പ്രാകൃതമായ മനുഷ്യർ ഈ ഒരു ചേഞ്ചിലോട്ടൊക്കെ വന്നപ്പോ ആ ഒരു പീരീഡിനെ ഗോൾഡൻ ചൈൽഡ് എന്തെന്ന് വിളിച്ചു, നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചു. മനസ്സിലായല്ലോ. അപ്പൊ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന് വിളിച്ചത് ആരാണ്, ഗോൾഡൻ ചൈൽഡ്. ഒക്കെ ഓർത്ത് വയ്ക്കുക, ഗോൾഡൻ ചൈൽഡ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഒരു 1 വേർഡ് ആണ്. പിന്നെ എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുമ്പോൾ ചരിത്രാതീത കാലമാണ്. ചരിത്രാതീത കാലം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ചരിത്രം എഴുതപ്പെടുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തെയാണ്
പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് അവിടെ എന്തില്ല, റിട്ടൺ ഡോക്യുമെന്റ്സ് ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഒന്നുകൂടെ പറയുന്നു, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? റിട്ടൺ ഡോക്യുമെന്റ്സ് ഇല്ല, നോ റിട്ടൺ ഡോക്യുമെന്റ്സ്. അവിടെ എഴുതപ്പെട്ട രേഖകളൊന്നുമില്ല, പകരം എന്താണ്, അല്ലാത്ത രേഖകളെയാണ്, എഴുതപ്പെടാത്തതിന് മുന്നേ ഉള്ള ആ ഒരു പീരീഡിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രീ ഹിസ്റ്റോറിക്. ചരിത്രാതീതം എന്താണ്, ഡോക്യുമെന്റ്സ് ഒന്നും എഴുതിയിട്ടില്ല, റിട്ടൺ ഒന്നും ഇല്ല, ആ സമയത്തുള്ള പീരീഡിനെയാണ് വിളിക്കുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ആ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. മെസോലിത്തിക്കും അല്ലെ, ലിത്തിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോണ് അല്ലെ, ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. മെസോ ലിത്തിക്, നിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത് അല്ലെ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് ഒരുപാട് കാര്യങ്ങളിലൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ച പോർഷൻസ് ആണ്. നന്നായിട്ട് പഠിക്കുക അല്ലെ. സൗണ്ടിൽ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്, അത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം എഫോർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, ചരിത്രാതീത കാലഘട്ടം, അത് പഠിക്കാം. പിന്നെ എന്താണ്, കേവിനുള്ളിൽ നിന്നൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട്, അവിടെ ചിത്രങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി തേർഡ് ചാപ്റ്റർ, ദ ഹാരപ്പൻ സിവിലൈസേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടുള്ളതും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടുതലായിട്ട് കണ്ടുവരുന്നതും ഈ ഒരു പാഠഭാഗത്തിൽ നിന്നാണ്. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇസ് നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ എന്തെന്ന് വിളിക്കുന്നു? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു. ഒന്നാമത്തെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താണ്, ഇവിടെ നിന്നാണ് ഗ്രേറ്റ് ബാത്ത് എക്സ്കവേഷൻ ചെയ്തിട്ടുള്ള മോഹൻജദാരോ. ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയിട്ട് എവിടെ നിന്നാണ്? നമ്മുടെ മോഹൻജദാരയിൽ നിന്നാണ്. അപ്പോ പിന്നെ എന്താണ്, ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇസ് ആൾസോ നോൺ as ഡാഷ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ആൾസോ നോൺ as ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ primary source of the Harappan civilization. The primary source of the Harappan civilization, agriculture. The primary source of the Harappan economy ചോദിച്ചു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ. ഫസ്റ്റ് ആയിട്ട് ഹരപ്പൻ ജനതയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ തൂക്കം എന്ന് പറയുന്നത് എന്താണ് തന്നെയാണ്? അഗ്രികൾച്ചർ ആയിരുന്നു. അവർ വേറെ വല്ല ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നോ? പ്രധാനമായിട്ട് കൃഷിയിലോട്ടാണ് തിരിഞ്ഞത്. മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസർ ആണ്. ഇതിനകത്തുള്ള 1 വേർഡ് ഒരുപാട് ക്വസ്റ്റ്യൻസർ നിങ്ങളുടെ തേർഡ് ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ ഇതിനുള്ളിൽ ഒരുപാട് 1 വേർഡ് ഉണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. നോക്കുക. ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് ചോദിക്കാം. ചിലപ്പോൾ ഫീച്ചേഴ്സ് മാത്രം ചോദിച്ചാൽ എന്താണ്? ടൗൺ പ്ലാനിങ്, സിറ്റാഡൽ, പിന്നെന്താണ്? ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി അല്ലെ, ധാന്യപുരം ഉണ്ടെന്ന് പറഞ്ഞു, മഹാസ്നാനഘട്ടം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് എന്തുണ്ട്? ടൗൺ പ്ലാനിങ് ഉണ്ട്, മേൽപട്ടണം, കീഴ്പട്ടണം. ഞാൻ പഠിപ്പിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? അവരുടെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അവരുടെ ടൗൺ പ്ലാനിങ്ങിനകത്ത് ഉള്ളത്. പിന്നെ എന്താ പറയുന്നത്? അവര് ബേൺ ചെയ്ത ഇഷ്ടികകൾ അല്ലെ, ചുട്ടെടുത്ത ഇഷ്ടികകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ, ആ കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കാം. ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് എന്താണ്? മഹാസ്നാനഘട്ടം. ഗ്രേറ്റ് ബാത്ത് മഹാസ്നാനഘട്ടം. മഹാസ്നാനഘട്ടം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആത്മീയപരമായ ചടങ്ങുകൾക്കും വിശുദ്ധപരമായ ചടങ്ങുകൾക്കും അല്ലെ, പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്തുപയോഗിച്ചിരുന്നത്? ഗ്രേറ്റ് ബാത്ത് കൺസിഡർ ചെയ്തിരുന്നത് അല്ലെ. പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്, വിശുദ്ധി ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? സ്റ്റെപ്പ് ബൈ ആയിരുന്നു അല്ലെ. പടവുകൾ ഉണ്ടായിരുന്നു അല്ലെ. അതിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരുന്നു? പടവുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടായിരുന്നത്? ആ വെള്ളത്തെ എന്തായിട്ട് കണക്കാക്കിയിരുന്നു? പ്യൂരിറ്റി ആയിട്ട് അല്ലെ, വിശുദ്ധമായിട്ടുള്ള ചടങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് വിശുദ്ധമായ ഒരു സ്ഥലമായിട്ടാണ് ഗ്രേറ്റ് ബാത്തിനെ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്രേറ്റ് ബാത്ത് വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഇത് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം എന്താണ്? അന്നത്തെ ഹരപ്പൻ ജനതയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, അവർക്ക് ഇത്രത്തോളം ആർക്കിടെക്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ. അതിലേക്കുള്ള വെള്ളം എവിടെ നിന്നാണ് വന്നിരുന്നത്? കിണറുകളിൽ നിന്ന് ശുദ്ധമായ വെള്ളം. അതിലെ മലിനജലം എവിടേക്ക് ഒഴുക്കി വിടും? അഴുക്കുചാലുകളിലോട്ട്, ഡ്രെയിനേജിലോട്ട് വിടും. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു, ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഗ്രേറ്റ് ബാത്തിൽ വരുന്നതാണ്. മനസ്സിലായല്ലോ? പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ജോലി എന്തായിരുന്നു? അഗ്രികൾച്ചർ തന്നെയായിരുന്നു അല്ലെ, കൃഷിയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട എന്താ പറയുന്നത്? എന്താണ്? വീറ്റ്, അതുപോലെ തന്നെ ബാർലി അല്ലെ, പാഡി, ഇതൊക്കെ അവർ എന്ത് ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അവിടെ നിന്ന് ഡാൻസിങ് ചെയ്യുന്ന ഒരു കുട്ടിയുടെ സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു പ്രതിമ ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഡാൻസിങ് കുട്ടി അല്ലെ, ഒരു ലേഡി ഡാൻസ് ചെയ്യുന്ന രൂപമായിട്ടുള്ളതൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
മനസ്സിലായല്ലേ? പിന്നെ എന്താണ് വേറെ? ഒരു താടിക്കാരനായിട്ടുള്ള ഒരു മാൻ അല്ല, ഇതൊക്കെ ചോദിക്കാം, ചിലപ്പോ ഇങ്ങനെ തന്നെ ചോദിക്കാം. സ്റ്റോൺ സ്കൾപ്ചേഴ്സ് ഓഫ് ബിയേർഡ് മാൻ എക്സ്കവേറ്റഡ് ഡാഷ് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നമ്മുടെ മൊഹൻജോദാരോ അല്ലെ ഹാരപ്പ സിവിലൈസേഷനിലുള്ള പ്രധാനപ്പെട്ട കാര്യം, താടി വെച്ച ഒരു പുരുഷന്റെ രൂപം കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇതൊക്കെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. കളിമണ്ണിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പശുപതിയുടെ സീല് കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം അവിടെയാണ്. അപ്പം 3rd ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത് എന്താണ് പറയുന്നത് നോക്കിക്കേ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള്. ഇനി അടുത്ത് ഹൂ ഡിസ്കവേർഡ് മോഹൻജോദാരോ? ആരാണ് മോഹൻജോദാരോ കണ്ടെത്തിയത്? RD ബാനർജി. ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? RD ബാനർജി. ഇനി ഹൗ വാസ് ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ് റിട്ടൺ? എങ്ങനെയാണ് ഹാരപ്പൻ ജനത എഴുതിയിരുന്നത്? റൈറ്റ് ടു ലെഫ്റ്റ്. മനസ്സിലായോ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് അവരുടെ എഴുത്ത് വിദ്യ ഉണ്ടായിരുന്നത്. അവർക്ക് നമ്മളാണ് എങ്ങനെ എഴുതുന്നത്? വലതിൽ നിന്ന് എന്താണ് ഇങ്ങനെയാണ് എഴുതുന്നത്. അവരെങ്ങനെ ഇങ്ങോട്ടാണ് പോകുന്നത്. മനസ്സിലായോ? റൈറ്റിൽ നിന്ന് എന്തിലോട്ട് പോകുന്നു? ലെഫ്റ്റിലോട്ട് പോകുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ദ ഹാരപ്പൻ യൂസ്ഡ് ക്ലോത്ത് മെയ്ഡ് എ വിച്ച് മെറ്റീരിയൽസ്? ഡ്രസ്സിന് വേണ്ടിയിട്ട് അവർ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്? കോട്ടനും ഊളും ഉപയോഗിച്ചിരുന്നു. എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു? കോട്ടനും ഊളും ഉപയോഗിച്ചിരുന്നു. ബിസൈഡ് അഗ്രികൾച്ചർ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റി വാസ് പ്രാക്ടീസ്ഡ് ബൈ ഹാരപ്പൻ പീപ്പിൾ? ഹാരപ്പൻ പീപ്പിളിന്റെ അഗ്രികൾച്ചർ അല്ലാത്ത വേറെ എന്തൊക്കെ ജോലി ഉണ്ടായിരുന്നു? പാസ്റ്ററലിസം എന്ന് പറയുമ്പോൾ ഇടയപരിപാലനം അല്ലെങ്കിൽ കന്നുകാലി പരിപാലനമായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് മൃഗങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക, പരിപാലിക്കുന്ന ജോലി അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് 2 മേജർ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് വെയർ കോമൺ ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാം. ലിസ്റ്റ് 2 മേജർ എക്കണോമിക് ആക്ടിവിറ്റി ദാറ്റ് വെയർ കോമൺ ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ ജനതയുടെ പ്രധാനപ്പെട്ട എന്താണ് സാമ്പത്തിക കാര്യങ്ങൾ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ അല്ലെ, കൃഷിയും പിന്നെ മൃഗപരിപാലനം എന്ന് പറയുമ്പോൾ എന്താണ് മൃഗപരിപാലനം? മൃഗങ്ങളെയൊക്കെ എന്ത് ചെയ്യുക, നല്ലപോലെ എന്ത് ചെയ്യുക, പരിപാലിച്ച് അതിൽ നിന്നുള്ള മീറ്റും അതുപോലെ തന്നെ എന്താണ് മിൽക്കും ഒക്കെ എന്ത് ചെയ്യുക, നേടാൻ വേണ്ടിയിട്ട് അവയെ എന്ത് ചെയ്യുക, വീട്ടില് വളർത്തുന്ന ഒരു രീതി. പിന്നെ കലയും ആർട്ടും ഒക്കെ അവർക്ക് അറിയാമായിരുന്നു. മനസ്സിലായല്ലോ? ഇതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷന് പ്രധാനമായിട്ടുള്ള ഒൺവേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒൺവേഡും പറയുന്നുണ്ട്, പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞാണ് പോകുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ ഇടയിൽ കൂടെ ഒൺവേഡ് കൂടെ പറഞ്ഞു പോകുന്നതാണ്. ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എന്ത് ചെയ്യുക, യൂസ് ആക്കുക. ഇതൊക്കെ തന്നെയാണ് അവിടെ കൊടുത്തത്. ടൗൺ പ്ലാനിങ്, നിങ്ങളുടെ ടെർമിനൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇമ്പോർട്ടൻ്റ് ഉള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ടൗൺ പ്ലാനിന്റെ ഗ്രേറ്റ് ബാത്ത് എന്താണ്, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. മനസ്സിലായല്ലോ? ഇനി 4th ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4th ചാപ്റ്ററിൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കിക്കേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 4th വൈദിക് ഏജ്, വൈദിക സംസ്കാരം. നമ്മൾ ഓൾറെഡി പഠിച്ച പാഠം തന്നെയാണ്, എല്ലാം പഠിച്ച പാഠം തന്നെയാണ്. എന്നിരുന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കുവാണെങ്കിൽ വേദിക് ഏജ് എങ്ങനെയാണ്? വേദിക് ഏജ് എന്ന് പറയുമ്പോൾ ദ വേദ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്? വിദ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വേദ വന്നിട്ടുള്ളത്. മനസ്സിലായി? വിദ് എന്ന് പറയുന്നത് ടു നോ, അറിയുക. ടു നോ എന്ന് പറയുമ്പോൾ എന്താണ്? അറിയുക അല്ലെ, അറിയുക എന്ന് പറയുന്ന അർത്ഥമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഇതിൽ നിന്നാണ് എന്ത് വന്നത്? വേദിക് എന്ന് പറയുന്ന ആ വേർഡ് വന്നിട്ടുള്ളത്. അപ്പൊ വേദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെ. ഋഗ്വേദാസ്, യജുർവേദാസ്, സമവേദാസ്, അഥർവേദാസ് അങ്ങനത്തെ 4 ടൈപ്സ് ഓഫ് വേദാസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് മൈഗ്രേഷൻ ഓഫ് ആര്യൻസ് എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്തത്, ആ കാര്യം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആര്യന്മാരുടെ മൈഗ്രേഷൻ തന്നെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നത്, പിന്നെ ഇവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് എങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ എന്തൊക്കെയാണ് അവർ കൾട്ടിവേറ്റ് ചെയ്തത്, എന്തൊക്കെയാണ് ബാർലിയും അതുപോലെ തന്നെ എന്താണ് യവ എന്ന് പറയും അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ 4th ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അവിടെ നമ്മുടെ യാഗങ്ങളുണ്ട്, ഉപനിഷത്തുണ്ട്, അങ്ങനെയൊക്കെ. ഉപനിഷത്തൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഹിന്ദു പുരാവസ്തു അല്ലെങ്കിൽ ഹിന്ദു ശാസ്ത്രം അനുസരിച്ചിട്ടുള്ള ഒരു ആശയ സംഹിതത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത് തന്നെയാണ്. ഇനി ഹൂ വെയർ ദ ആര്യൻസ് വെയർ വിത്ത് ദ സ്പ്രെഡ് ഓഫ് ദം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ആര്യൻസ്, അവരെങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആര്യൻസ് എങ്ങനെയാണെന്ന് എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. പിന്നെ 4 വേദാസാണ് ഉള്ളത്: ഋഗ്വേദ, സമവേദ, യജുർവേദ, അഥർവവേദ. പിന്നെ എങ്ങനെയാണ് പറയുന്നത്, അവരെങ്ങനെയായിരുന്നു, അവരുടെ ജോലി എങ്ങനെയായിരുന്നു? പാസ്റ്ററലിസ്റ്റ് ആയിരുന്നു. പാസ്റ്ററൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അവിടെ കന്നുകാലി പരിപാലനമായിരുന്നു. പിന്നെ അവിടുത്തെ രീതികൾ എങ്ങനെയാണ്? മോണോഗാമി ആയിരുന്നു അല്ലെ. മോണോഗാമിയും പോളിഗാമിയും ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് കാസ്റ്റ് സിസ്റ്റവും അതുപോലെ തന്നെ കാസ്റ്റ് ഡിവിഷനും ഒന്നും ഇല്ലായിരുന്നു. ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നോട്ട് ബേസ്ഡ് ഓൺ ബർത്ത്, നോ ഒക്യുപ്പേഷൻ ഈസ് ടാബു. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക, വായിച്ചിട്ട് പോകാം. ഇനി 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫ്രം ജനപദാസ് ടു എംപയർ. ജനപദാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മഗധ, അങ്ങനെയുള്ള കുറെ ജനപദാസ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? ഇതിനകത്ത് തന്നെയാണ് ജൈനിസവും ബുദ്ധിസവും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജൈനിസം എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? വർത്തമാന മഹാവീരനും അതുപോലെ തന്നെ ബുദ്ധിസം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഗൗതമ ബുദ്ധനുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു 2 മതങ്ങളും കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് നല്ല വൃത്തി നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം തന്നെ. എല്ലാ 2 മതങ്ങളും അഹിംസയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്, ഒന്നിനെയും കൊല്ലരുത്. പിന്നെ ജൈനിസം കുറച്ചുകൂടെ എന്താണ്, അപരിഷ്കൃതമായിരുന്നു അല്ലെ. അതെന്താണ്, ആകാശത്തെ വസ്ത്രമാക്കിയവർ എന്ന് പറഞ്ഞിട്ട് ജൈനമതം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ശ്വേതംബരം എന്നും ദിഗംബരൻ എന്നും 2ആയിട്ട് തിരിക്കുകയാണ്. ബുദ്ധിസം എന്ന് പറയുന്നത് ബുദ്ധമതമാണ്, ഗൗതമ ബുദ്ധനാണ് കൊണ്ടുവന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ്, ജനപദാസ് ഒരു 16 ജനപദാസ് ഉണ്ട്. അങ്ക, അതുപോലെ തന്നെ മഗധ, കാശി, വസ്ത, കോസല, പിന്നെന്താണ് ശൂരസേന, പാഞ്ചാല, കുരു, മത്സ്യ, ചേതി, അവന്തി, ഗന്ധർ, അത് മാത്രമല്ല കമ്പോജ്, അസ്മക, വജി, മല്ല. ഇത് ഓൾറെഡി എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ആദ്യത്തെ 7 എണ്ണമെങ്കിൽ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അല്ലാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വലുതായിട്ടൊന്നും ക്വസ്റ്റ്യനിൽ കണ്ടില്ല, ചോദിച്ച് പഠിച്ച് വെക്കുക. ജസ്റ്റ് ഒന്ന് ജനപദാസ്, അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ മഹാജനപദാസ് എന്ന് പറയും, മൗര്യൻ ഡൈനാസ്റ്റിന്നും. ഇതിനകത്താണ് നമ്മുടെ അശോകന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. അശോക എങ്ങനെയായിരുന്നു, അശോകന്റെ റൂളേഴ്സ് എങ്ങനെയായിരുന്നു, അശോക ഡൈനാസ്റ്റി എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. കലിംഗ യുദ്ധത്തോടു കൂടിയാണ് അശോകൻ എന്ത് ചെയ്യുന്നത്, മനമാറ്റം ഉണ്ടാകുന്നത് അല്ലെ. കലിംഗ യുദ്ധത്തോടു കൂടി അശോകൻ എന്ത് ചെയ്യുകയാണ്, അശോകന്റെ ധർമ്മ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അശോകന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ എന്താണ്, അശോകൻ വളരെയധികം എന്താണ്, ഭയങ്കര അക്രമശാലിയും പരാക്രമശാലിയായിരുന്ന വ്യക്തിയായിരുന്നു. കലിംഗ യുദ്ധത്തിൽ ധാരാളം പേര് കൊല്ലപ്പെട്ടതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു വിങ്ങലാണ് എന്ത്, പിന്നെ അദ്ദേഹത്തിന് ധർമ്മ എന്ന് പറയുന്ന മതത്തിലോട്ട് മതം സ്വീകരിക്കാനും മതത്തിനനുസരിച്ച് ജീവിതം നയിക്കാനും അദ്ദേഹത്തിന് കാരണമായത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം കലിംഗ യുദ്ധത്തിന് ധാരാളം പേര് എന്ത് ചെയ്തു, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കുകയും യുദ്ധം തളകെട്ടി കിടക്കുകയും കാലുകൾ, കൈകൾ, അതുപോലെ തലകൾ കടന്ന് ഉരുളുന്നത് കണ്ടപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അശോകൻ എന്ത് തോന്നി, പശ്ചാത്താപം തോന്നുകയും അശോകന്റെ മനസ്സിൽ വളരെയധികം വിങ്ങൽ അനുഭവപ്പെടുകയും പിന്നെ തൊട്ട് അദ്ദേഹം എന്ത് മതത്തിൽ സ്വീകരിക്കാൻ തുടങ്ങി, അയാളുടെ ബുദ്ധമതം സ്വീകരിക്കുകയും ബുദ്ധമതത്തിലൂടെ ധർമ്മ എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു അല്ലെ. ധർമ്മ ഇങ്ങനെയാണ് എന്ത് ചെയ്തത്, അശോകന്റെ ധർമ്മ എന്ന് പറയുന്നത്. ഒരു മൗര്യ ഡൈനാസ്റ്റിയിലെ ഒരു കിങ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അശോകൻ എന്താകുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ മതം എന്ന് പറയുന്നത് എന്തായി മാറുന്നു, ബുദ്ധമതം കൺസിഡർ ചെയ്യുകയും ധമ്മ എന്ന് പറയുന്നത്, ധമ്മ അല്ലെ, ധമ്മ എന്നും ഇംഗ്ലീഷിലും പറയും, ധർമ്മ എന്നും പറയും അല്ലെ. ധർമ്മ പില്ലർ ഓഫ് എഡിക്റ്റ് എന്നാണ്. എന്ത്, അതിൽ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വയലൻസ് പാടില്ല, അക്രമം പാടില്ല, അനീതി പാടില്ല, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു, ജനങ്ങളോട് വിളിച്ച് പറയുകയുണ്ടായി. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും, ധമ്മ പ്രചരിപ്പിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാരെ എന്ത് ചെയ്തു, അപ്പോയിന്റ്മെന്റ് ചെയ്യുകയും തന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ധാരാളം ആൾക്കാരെ എന്ത് ചെയ്തു, കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുകയും സഹായിക്കാനായിട്ട് ഒരുപാട് പേരൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെന്താണ് പറയുന്നത്, അശോക എന്ന് പറയുന്നത് വളരെ എന്താണ്, സഹാനുഭൂതിയും സിമ്പതിയും ഉള്ള ഒരു രാജാവായിട്ട് പിൽക്കാലത്ത് മാറുകയാണ്. അദ്ദേഹത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പീസ്ഫുൾ സമാധാനത്തിലേക്ക് അല്ലെ. സമാധാനമാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയത്. ഇത് നമ്മുടെ അതിൽ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാം ഒന്നും പഠിച്ചു വയ്ക്കുക നമുക്ക് പറയാനായിട്ട് സമയം ഇല്ല. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്ത് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത നോക്കിക്കേ, ഏതാണ് അടുത്ത ചാപ്റ്റർ? അടുത്ത ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്റർ ആണ് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്. പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിലെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഷാഗാസ് എന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പാർക്കിൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എല്ലാം ഓൾറെഡി എവിടെ ഉണ്ട്, ക്ലാസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് എന്താണെന്ന് മാത്രം പറഞ്ഞു പോകുന്നത്. മൗര്യൻ കിങ് ആരായിരുന്നു, കുശാന വംശം
അല്ലെ? കുശാന വംശം, പ്രധാനപ്പെട്ട കുശാന വംശത്തെ കുറിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുക. ശതവാഹൻസ് പഠിക്കുക. പിന്നെന്താണ്, ഹരവേല പഠിക്കുക. ഹരവേല പറഞ്ഞു തന്നിട്ടുണ്ട്. ഹരവേല എന്താണെന്ന് നോക്കുക. പിന്നെ ശതവാഹൻസ് റൂളേഴ്സും ശതവാഹൻസ് ക്യാപിറ്റൽസും ഒക്കെ എന്ത് ചെയ്യുക, നോക്കി പോവുക. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തും ഉണ്ട്. ഗിൽഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒക്യുപ്പേഷൻ, ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ശ്രേണിയാണ് എന്ത് വിളിക്കുന്നത്, ഗിൽഡ് എന്ന് വിളിക്കുന്നത്. ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള ശ്രേണിയാണ് എന്ത് വിളിക്കുന്നത്, ഗിൽഡ് എന്ന് പറഞ്ഞത്. വ്യാപാര ശ്രേണി എന്നാണ് പറയുന്നത്. മനസ്സിലായോ? വ്യാപാര ശ്രേണികൾ അവർ ജോലികൾ ചെയ്യും, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂട്ടമായിട്ട് മാറുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗിൽഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഗാന്ധാര ആർട്ട് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്കൂൾ ഓഫ് സ്കൾപ്ചർ ആർട്ട് എന്നാണ് പറയുന്നത്. സ്കൂൾ ഓഫ് സ്കൾപ്ചർ ആർട്ട് എന്ന് പറയുമ്പോൾ ഗാന്ധാരമായിട്ട് ഒരുപാട് ബുദ്ധന്റെ ആർട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്. ഫിഗർ 6.2 നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ ഒരു നോർത്ത് വെസ്റ്റേൺ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായി? സ്തൂപങ്ങള് ഒക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി എന്താണ് മെഗാലിത്തിക് സംഘം ലിറ്ററേച്ചർ? എന്താണ് സംഘം ലിറ്ററേച്ചർ? നമുക്ക് പറയാം തൊൽക്കാപ്യം, 1810 അല്ലെ, 17 കീഴ്ക്കണക്ക്, ഇങ്ങനെയുള്ള കുറെ കാര്യം. സംഘകാലം തമിഴിലെ അല്ലെ, തമിഴ് സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സംഘകാലം എന്ന് പറയുന്നത്. അതിലാണ് ചിലപ്പതികാരം, മണിമേഖല, ഇളങ്കോവടികൾ. ഇതൊക്കെ ഞാൻ ഹിന്റ് പറഞ്ഞു പോകുന്നത് ഇതൊക്കെ ഓർത്ത് മനസ്സിലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇളങ്കോവടികൾ, അതുപോലെ തന്നെ നമ്മുടെ ചിലപ്പതികാരം അല്ലെ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. സംഘം ലിറ്ററേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സംഘ ലിറ്ററേച്ചർ, സംഘ സാഹിത്യം എന്ന് പറയുന്നത്. അതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സംഘ സാഹിത്യത്തിലാണ് എന്തുള്ളത്, സംഘ സാഹിത്യങ്ങളില് അല്ലെ, ഒരുപാട് അകനാനൂറ്, പുറനാനൂറ്, തൊൽക്കാപ്പിയം അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഞാൻ പറഞ്ഞു തരാം. എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം റൂട്ട് വിത്ത് വിച്ച് മീൻസ് ഡു നോ. അറിയാലോ അല്ലെ? എന്താണ്? നമ്മുടെ വേദ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് എന്ത് വന്നത്, വിദ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വേദ എന്ന് പറയുന്ന പദം വന്നത്. ഈ വേദാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 വേദാസ്, ഋഗ്വേദ, യജുർവേദ, സമവേദ, അഥർവവേദ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കുറച്ച് ക്വസ്റ്റ്യൻസർ ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അഹിംസയ്ക്കൊക്കെ പ്രാധാന്യം നൽകിയ വ്യക്തിയാണ് നമ്മുടെ ഗാന്ധിജി എന്നൊക്കെ അറിയാലോ. അതൊക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇനി ഒരു പാർട്ട് 2 ആയിട്ട് കൂടെ അടുത്തൊരു ഡിസ്കഷൻ, നമ്മുടെ ഇതുപോലെ ഒരു ഡിസ്കഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ വേഴ്സായ് സന്ധി 1940 വേഴ്സായ് സന്ധി, ഇതൊക്കെ അറിയാലോ. കോൾഡ് വാർ നമ്മൾ പാഠം പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ള, ഇന്നത്തെ ഒരു ഇതില് ഇൻഡസ് വാലി തന്നെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. അഗ്രികൾച്ചർ ആണ്. പിന്നെ എന്താണ്, ഒരുപാട് നമ്മളിപ്പോ പറഞ്ഞ ഗിൽഡ് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഗിൽഡ് എന്ന് പറഞ്ഞാൽ. വ്യാപാര ശ്രേണി, വ്യാപാരം ചെയ്യുന്ന, അതായത് അതിൽ ആരൊക്കെ വരും, കരകൗശല ചെയ്യുന്നവരുണ്ട്, വ്യാപാരം ചെയ്യുന്നവരുണ്ട്, കൊച്ചു ചെറുകിട തൊഴിലാളികളുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഗിൽഡ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഗിൽഡ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് ഇതിനകത്തുള്ള ഓൺ വേർഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റത്തത്, ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ആൾസോ നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ അറിയപ്പെടുന്ന പേരെന്താണ്? ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മോക്ഷക ആസ് പെർ ദ ഉപനിഷത്ത്? എന്താണ് മോക്ഷ മോക്ഷ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് മോക്ഷ? മോക്ഷ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക്, ഫ്രീഡം ഫ്രം ദി സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്. ജനനം മരണ നിരക്കിന്റെ അല്ലെങ്കിൽ ജനന മരണ ഒരു ആയുർദൈർഘ്യത്തിന്റെ രീതിയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ മോക്ഷ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറയില്ലേ മോക്ഷം കിട്ടും, ജനിച്ച് മരിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, മോക്ഷം കിട്ടും. പിന്നെ പറയുന്നുണ്ട് പുതിയ ജീവികളായിട്ട് നമ്മൾ പരിണമിക്കും, പട്ടിയായിട്ട് പൂച്ചയായിട്ടൊക്കെ വരുന്നു എന്നൊക്കെ ഹിന്ദു ശാസ്ത്രം അനുസരിച്ച് പറയുന്നതൊക്കെ എന്തിലായിട്ട് വരുന്നത്, ഇതിലാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വിച്ച് റിലീജിയസ് അസംബ്ലി ഡിഡ് ഹർഷ കോൺവെന്റ്സ് പ്രൊമോട്ട് മഹായാന ബുദ്ധിസം? കാനൂജ് അസംബ്ലി. നമുക്കറിയാം വിച്ച് റിലീസ് അസംബ്ലി, ഏത് അസംബ്ലി വച്ചിട്ടാണ് ഹർഷ കൺവിൻസ് ചെയ്യുന്നത്, ഏത് മഹായാന ബുദ്ധിസത്തിന് വേണ്ടിയിട്ട് പ്രധാനമായും ഇനിഷ്യേറ്റീവ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കാനൂജ് അസംബ്ലി വെച്ചിട്ടാണ്. പിന്നെ മഹാത്മാഗാന്ധി ഫിലോസഫി ഈസ് നോൺ വയലൻസ് ഈസ് കാൾഡ്.
മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻസ് ഏതിനെ അറിയപ്പെടുന്നു? അഹിംസ. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതെങ്കിലും ഒരു ഘട്ടത്തില് മഹാത്മാഗാന്ധി അഹിംസ വിട്ടിട്ട് പോയോ? വയലൻസിലോട്ട് പോയോ? ഒരിക്കലും ഇല്ല, അല്ലെ? അയാളുടെ ലൈഫ് മുഴുവനും, അയാളുടെ ലൈഫിൽ മൊത്തവും, അദ്ദേഹത്തിന്റെ ലൈഫ് മൊത്തവും അദ്ദേഹം എന്തിനാണ് പ്രധാനമായി കൊടുത്തത്? അഹിംസയ്ക്കാണ്. ഒന്നിനെയും കൊല്ലരുത്, ഒന്നിനെയും ഉപദ്രവിക്കരുത്, ആ ഒരു മൈൻഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിഡോ റീമാരേജ്? ആരാണ് വിധവാ പുനർവിവാഹത്തിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത്, അല്ലെങ്കിൽ പ്രധാനമായ ഒരു റീമാരേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്ത ആരാണ്? സ്വാമി വിവേകാനന്ദയാണ്. മനസ്സിലായോ? ഹൂ എമംഗ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിഡോ റീമാരേജ്? വിഡോ റീമാരേജിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന വ്യക്തി ആരായിരുന്നു? സ്വാമി വിവേകാനന്ദ. റാണി ലക്ഷ്മി ഫൈ ഫൗട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഫ്രം ഫോളോയിങ് റീജൻ? എവിടെയാണ് റാണി ലക്ഷ്മി ഫൈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? എവിടെയാണ്? ഓപ്ഷൻ ഞാൻ വായിക്കാം. ഝാൻസി, ലക്നോ, കാൺപൂർ, ഡൽഹി. നമുക്ക് എല്ലാവർക്കും അറിയാം ഝാൻസി, അല്ലെ? എവിടെയാണ്? ഝാൻസിയിലാണ്. റാണി ലക്ഷ്മി ഭായ് എവിടെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ? അതുകൊണ്ടാണ് ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്, അല്ലെ? ഇതുകൊണ്ട് പിന്നെ എന്താണ്? മണികർണിക എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ അറിയപ്പെടുന്നത് എന്താണ്? ഝാൻസിയിലാണ് എന്ത് ചെയ്തത്? അവര് പോരാട്ടം നടത്തിയത്. ഇനി ഹൂ എമംഗ് ദ ഫോളോയിങ് മോസ്റ്റ് ഫേമസ് ഓഫ് ശാക്യ വംശത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? പുഷ്യമിത്രയായിരുന്നു, അല്ലെ? പുഷ്യമിത്രനായിരുന്നു ശാക്യ റൂളേഴ്സിലെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് എ ഹിസ്റ്റോറി പാട്രിയോട്സ് ബൈ അക്ബർ? അക്ബറിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഹിസ്റ്റോറി പാട്രിയോട്സ് ആരായിരുന്നു ചോദിച്ചാൽ അബുൾ ഫസലാണ്. അബുൾ ഫസലാണ് അക്ബറിന് വേണ്ടിയിട്ട് എഴുത്തുകളൊക്കെ ഐനി അക്ബരി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഐനി അക്ബരിയൊക്കെ എഴുതിയത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനിയും ഉണ്ട് ഒരു പാർട്ട് 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് വേണ്ട ഇതുപോലെയുള്ള ഒരു ഡിസ്കഷൻ മെത്തേഡ്, നമ്മളൊരു ഡിസ്കഷൻ പോലെയാണ് ഇന്ന് പോയത്, അല്ലെ? നമ്മൾ പഠിച്ചതല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുക, പൊടിതട്ടി എടുത്തതുപോലെ നമ്മൾ ഇന്ന് ഒന്ന് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ 7th ചാപ്റ്റർ തൊട്ട് അല്ലെങ്കിൽ 8th ചാപ്റ്റർ തൊട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസിലും ഇതുപോലെ ഡിസ്കസ് ചെയ്ത് പോകും. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലാസ് അപ്ലോഡ് ചെയ്ത് അതിൽ തന്നെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, കാണുക. അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലൂടെയൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ ഇതൊക്കെ ചെയ്താലും നിങ്ങൾക്കൊരു റിസൾട്ട് വേണം, അല്ലെ? നിങ്ങൾക്ക് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. നമുക്ക് പഠിപ്പിക്കാനേ കഴിയുള്ളൂ. പഠിക്കാനുള്ള ആ ഒരു മൈൻഡും അതുപോലെ ആ ഒരു കഴിവൊക്കെ ഉള്ള നിങ്ങൾക്കാണ്. മാക്സിമം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ ഫോളോയിങ് പാറ്റേണിൽ തന്നെ നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട, എപ്പോഴും ഹാരപ്പൻ സിവിലൈസേഷനും ജാതകാസ് ഉപനിഷത്തും കാർമോഫോർട്ടിയും ഇതൊന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ല, അതൊക്കെ പഠിച്ചു വെക്കുക. ഇതെല്ലാം എക്സാമിന് വരുമെന്നുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഇന്ന് പഠിച്ചതല്ല, നമ്മൾ ഏതൊക്കെ വരും എന്നുള്ള ക്വസ്റ്റ്യൻസിന് മാത്രം പറഞ്ഞു പോയ ഒരു സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഒരു ന്യൂ സെക്ഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലാവും? അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് യൂട്യൂബിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ക്ലാസ്സും നമ്മൾ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്തേക്കും. അത് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നല്ലപോലെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കി നല്ലപോലെ പഠിക്കുക. നോട്ടുകൾ എന്ത് ചെയ്യുക, നോട്ട് മനസ്സിലാക്കുക. മിക്ക ആദ്യത്തെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ചാപ്റ്ററിന്റെ അവസാനം നോട്ട് കൂടെ കൊടുത്ത് പോയിട്ടുണ്ട്. നോട്ടെല്ലാം എന്ത് ചെയ്യും, ഫോട്ടോ കൊടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്കായിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ക്ലാസ്സിലും മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യുക, ആ ഒരു മൈൻഡിൽ നിങ്ങൾ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. 1 വേർഡ് 20 മാർക്ക് കിട്ടും. അത് മാത്രമല്ല, ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പാറ്റേൺ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആ ഒരു പാറ്റേൺ പറയുന്ന ഒരു വീഡിയോയും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് കിട്ടും. അപ്പൊ മാക്സിമം പഠിക്കുക. മാക്സിമം എന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ അപ്പുറം എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അത്രയും പഠിച്ചാലും നമുക്കൊരു എഫേർട്ടായിട്ടുള്ള ഒരു റിസൾട്ട് നമ്മൾ എടുത്ത എഫേർട്ടിനനുസരിച്ച് റിസൾട്ട് കിട്ടുള്ളൂ. മനസ്സിലായി? അപ്പൊ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ. എക്സാം എല്ലാം ഈസി ആയിട്ടിരിക്കട്ടെ. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.